ഹായ്, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു അക്കൗണ്ടിങ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമ്മൾ ഗസ് ചെയ്യണം അല്ലെ. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഓണർ വേറെ കമ്പനി വേറെ. രണ്ടാമത്, ആ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ് ആര്? നമ്മൾ ആ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് ചിന്തിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിലും അത് 2 കാര്യങ്ങൾ ഉണ്ടാവും, 2 ആസ്പെക്ട് ഉണ്ടാവും. നാലാമതായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കാനാവണം, അല്ലെങ്കിൽ കിട്ടാനാവണം, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. ഈ 4 കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ ഇതുമായി ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യില്ല. ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അതായത് 2 കാര്യങ്ങൾ ഉണ്ടാവും, ഏതൊരു ട്രാൻസാക്ഷനും 2 കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ആ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ചോദ്യമാണ്, എന്താണ് ഈ ഡെബിറ്റ്, എന്താണ് ഈ ക്രെഡിറ്റ്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഏതൊരു ട്രാൻസാക്ഷൻ നോക്കിയിട്ട് ജേർണൽ പ്രിപ്പയർ ചെയ്യും, ജേർണൽ നോക്കിയിട്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും, ലെഡ്ജർ നോക്കിയിട്ട് ട്രയൽ ബാലൻസ് നോക്കിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റോട് കൂടി ഫൈനൽ അക്കൗണ്ട് പൂർണ്ണമായി. അപ്പൊ ഈ ലെഡ്ജർ എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മള് ലെഡ്ജറിനെ അക്കൗണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഈ അക്കൗണ്ടിന് 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം. അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്. ഡേറ്റ് നമുക്കറിയാം, എന്താണോ ട്രാൻസാക്ഷൻ നടന്നത് ആ ഡേറ്റ് ചെയ്യുന്നു. പാർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വിവരങ്ങൾ കൊടുക്കുന്നു. എമൗണ്ട് നമുക്കറിയാം അല്ലെ, എമൗണ്ട് എത്രയാണോ അത് കൊടുക്കും. JF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ ഫോളിയോ. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പണ്ടത്തെ കാലത്ത് സിസ്റ്റം അല്ലല്ലോ, അപ്പൊ മാനുവൽ ആയ സമയത്തിന് നമ്മൾ ജേർണൽ നോക്കിയിട്ടാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലെഡ്ജറിന്റെ ജേർണൽ നമ്പർ, അല്ല ജേർണലിൽ എത്രാമത്തെ പേജിൽ അല്ലെങ്കിൽ എത്രാമത്തെ ബുക്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ബുക്കിൽ ഉള്ളടക്കം ഉണ്ടാകുമല്ലോ അല്ലെ, 5ാമത്തെ ചാപ്റ്റർ 92ാമത്തെ പേജ്, അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം. അതിപ്പോ ആവശ്യമില്ല, ഇപ്പൊ നമുക്ക് മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഒക്കെ സിസ്റ്റമാറ്റിക് ആണല്ലോ, സിസ്റ്റം ആയതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇതാണ് എന്ത്? ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിന്റെ ഫോർമാറ്റിന് 2 സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അതന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പൊ ഇതിന് നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും അല്ലെ. നിങ്ങള് ഇപ്പൊ ഈ കാണുമ്പോ നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് എന്ത് ഇത് അല്ലെ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ഡെബിറ്റ്. അതായത് ഈ ഭാഗം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് വിളിക്കാം, ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ അക്കൗണ്ടിന്റെ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെബിറ്റ് എന്ന് വിളിക്കും. ലെഫ്റ്റിനെ ഡെബിറ്റ് എന്ന് വിളിക്കും, റൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ക്രെഡിറ്റ് എന്ന് വിളിക്കും. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം, എന്താണ് ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറയും. ഇംഗ്ലീഷിൽ എന്ത് പറയും? ലെഫ്റ്റ് റൈറ്റും പറയും, മലയാളത്തിൽ ഇടതും വലതും പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് തന്നെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ബിസിനസിന്റെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ പറയുന്നത് എന്താ? ഇടതിനും വലതിനും പറയുന്ന പേരാണ് ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ ഈ ഭാഗത്തിന് നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, ഈ ഭാഗത്തിന് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. ഇനി നമുക്ക് മനസ്സിലാവേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ആയിക്കാരം, ഇപ്പൊ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താ? എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? എന്താ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, എപ്പോഴാണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുക. അപ്പൊ എപ്പോ നമ്മൾ റൈറ്റ് സൈഡ് എഴുതും, എപ്പോ നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതും എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് 5 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസറ്റ്, 2 എക്സ്പെൻസ്, 3ാമതായിട്ട് ഇൻകം, 4 ക്യാപിറ്റൽ, 5ാമതായിട്ട് ലയബിലിറ്റി. ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി. ഇത് എന്താണെന്ന് ചുരുക്കിയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇതിന്റെ ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറഞ്ഞ ആസ്തികളാണ്.
അല്ലെ? നമുക്ക് നമ്മുടെ വീട്ടുകൾ എന്തുണ്ടാവും, വെഹിക്കിൾസ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, അങ്ങനെ നമ്മളോടുമായി ബന്ധപ്പെട്ട് നമ്മളെ ആസ്തികൾ, സ്ഥലം ഉണ്ടാവും. ഇതൊക്കെയാണ് ക്യാഷ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആസ്തികൾ പറഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും. ഏതായാലും അതിന് വിശദമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ആസ്തിനെ നമ്മൾ എന്ത് പറയും? അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെലവുകൾ, ബിസിനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ ചെലവുകളെയും നമ്മൾ എന്ത് പറയും? എക്സ്പെൻസ് എന്ന് പറയും. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനത്തിനൊക്കെ നമുക്ക് ഇൻകം എന്ന് പറയും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ അസറ്റിനെയും നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. പിന്നെ നമുക്ക് ലയബിലിറ്റി, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയും? ലയബിലിറ്റി എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ 5 കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക. നമുക്ക് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? അസറ്റ് എന്താ, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഇത് ജസ്റ്റ് ഷോർട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ എന്താ, എക്സ്പെൻസ് എന്താ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഹായ്, നമ്മൾ ഇന്നലെ ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ട് എന്താണ് ഡെബിറ്റ് എന്തെങ്കിലും ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഡെബിറ്റും ക്രെഡിറ്റും. നമുക്കറിയാം അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഡെബിറ്റ്, അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡ് ആണ് എന്ത്, ക്രെഡിറ്റ്. ഇതെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അക്കൗണ്ടിങ് പഠിക്കാൻ പറ്റുക. എപ്പോഴാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അസറ്റാണ് നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കൽ ആയിട്ടുള്ള നമ്മളെ തിങ്സ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ സ്ഥാപനത്തിൽ, നമ്മളെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ വീട്ടിലെ വെഹിക്കിൾസ് ഉണ്ടാവും, അല്ലെ? വെഹിക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, TV, ഇങ്ങനെയുള്ള നമുക്ക് ഫിസിക്കൽ തിങ്സുകൾ ഉണ്ടാവും. അപ്പോൾ സ്ഥാപനത്തിന് അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്ത് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റിൽ ഗണത്തിൽ പെടുന്നതാണ് അത്. രണ്ടാമതായിട്ട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പാറ്റന്റ് എടുക്കുകയാണ്. പാറ്റന്റ് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. പാറ്റന്റ്, കോപ്പിറൈറ്റ്, ഗുഡ് വില്ല്, ഇങ്ങനെയുള്ള കുറച്ച് ട്രേഡ് മാർക്ക്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവകാശങ്ങൾ ലീസിന് എടുക്കുക. ലീസ് എല്ലാവർക്കും പരിചയമുള്ള സാധനം. നമ്മൾ പാട്ടത്തിന് എടുക്കുമല്ലോ, അല്ലെ? 1 വർഷത്തിന് 5 വർഷത്തിനൊക്കെ പാട്ടത്തിന് എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് അസറ്റാണ്. ആ പാർട്ട് പീരീഡ് അല്ലെങ്കിൽ ആ പീരീഡ് കഴിയുന്നവരെ നമുക്ക് അത് അസറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷൻസ് നമുക്ക് അസറ്റാണ്. അതുപോലെ തന്നെ ആരെങ്കിലും പൈസ നമുക്ക് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ, ആരെങ്കിലും ക്യാഷ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് അസറ്റാണ്. അപ്പൊ നമുക്ക് അസറ്റിൽ ഫസ്റ്റ് പെടുത്തുന്നത് എന്തൊക്കെയാ? ഫിസിക്കൽ തിങ്സ് നിങ്ങൾക്ക് അറിയണ്ട, നമ്മളെ വീടും ചുറ്റുപാടുകളൊക്കെ ചിന്തിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് പൊസിഷൻസ്, നമുക്ക് അവകാശങ്ങൾ, ലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഒരു പീരിയഡ് എടുക്കുമല്ലോ, അപ്പൊ അതെന്താണ്? അസറ്റാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് ആരെങ്കിലും പൈസ തരാണെങ്കിൽ അതും അസറ്റാണ്. അസറ്റിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും ഫിക്സഡ് അസറ്റ് എന്നും കറന്റ് അസറ്റ് എന്നും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാല് അത് പീരീഡിന്റെ അടിസ്ഥാനത്തിലാണ്. 1 വർഷത്തിന് മുകളിൽ നിൽക്കുന്ന അസറ്റ് ആണെങ്കിൽ അത് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മളെ ബിൽഡിങ് 1 വർഷത്തിന്റെ ഉള്ളിൽ പൊളിഞ്ഞു പോകുമോ? ഇല്ല. അപ്പൊ അതെന്താ? ഫിക്സഡ് അസറ്റ് ആണ്. നമ്മൾ വണ്ടി വാങ്ങുന്നത് 1 കൊല്ലത്തിനാണോ? അല്ല, നമ്മൾ മാക്സിമം ഉപയോഗിക്കണം കരുതിയിട്ടാണ്. അപ്പൊ അത് ഫിക്സഡ് അസറ്റ് ആണ്. അതുപോലെ തന്നെ ലാൻഡ്, അത് 1 കൊല്ലം കൊണ്ട് നശിച്ചു പോകുമോ? ഇല്ല. അപ്പൊ അത് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിങ്, മെഷീനറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിക്സഡ് അസറ്റ് ആണ്. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് താഴെ വരുന്നത്. 1 വർഷത്തിന് താഴെ വരുന്നതാണ് എന്ത്? നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും പൈസ ഒക്കെ തരാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ തരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും കേട്ടോ. ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ നമ്മൾ എന്ത് പറയും? ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഡെപ്റ്റേഴ്സ് നമുക്ക് എന്താണ്? അസറ്റ് ആണ്. അതുപോലെ തന്നെ ക്യാഷ്, 1 കൊല്ലം നമ്മൾ ഒരു 500 രൂപ നമ്മുടെ കയ്യിലുണ്ട്, അത് 1 കൊല്ലം കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇല്ല, നമ്മൾ ചിലവാക്കൂലേ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് കറന്റ് അസറ്റ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് എന്താണ്? കറന്റ് അസറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പീരിയഡ് അനുസരിച്ച്, അല്ലേ? ഫിക്സഡും കറന്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1 വർഷത്തിന് മുകളിലാണ് നമ്മൾ ഫിക്സഡ് എന്ന് പറയും, 1 വർഷത്തിന് താഴെയാണെങ്കിൽ ആ അസറ്റിന് കറന്റ് അസറ്റ് എന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റും
ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും ടാഞ്ചിബിൾ അസറ്റും. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാനോ കാണാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പൊസിഷൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കോപ്പിറൈറ്റ് എടുത്തു. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ കോപ്പിറൈറ്റിന്റെ വഴി നമുക്ക് എന്തുണ്ട്, കുറെ മൗലിക അവകാശങ്ങൾ നമ്മൾ ഭരണഘടന നൽകുന്നുണ്ട്. അതായിരിക്കും തൊടാനും കാണാൻ പറ്റും. അതൊക്കെ പോട്ടെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങൾ കൂടി ചേർന്നതാണ്. അതായത് നമ്മളെ മൊബൈൽ ഫോണൊക്കെ പോലെ ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിനെ ആരും കാണാറില്ല. പക്ഷെ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ അല്ലെ. നമ്മളെ ശരീരത്തിൽ ജീവൻ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, എനിക്കിങ്ങനെ അളക്കാനും ഇതിനൊക്കെ പറ്റില്ലെങ്കിൽ നമ്മൾ വെറും എന്താണ് ഹാർഡ്വെയർ മാത്രം നമ്മൾ നിശ്ചലമായി പോകും. അപ്പൊ നമ്മളെ ശരീരത്തിലൊക്കെ എന്തുണ്ട്, ഒരു ജീവൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മരിച്ചു അല്ലേ, അവന്റെ ജീവൻ പോയി എന്ന് പറയും. പക്ഷെ ആ ജീവൻ ആരും ഇതുവരെ കണ്ടില്ല. അങ്ങനെയുള്ള സാധനത്തിനാണ്. അതുപോലെ തന്നെയാണ് ഈ എന്ത് പറയുന്നത്, ഈ പൊസഷൻസ് എന്ന് പറയുന്ന അവകാശങ്ങൾ. ഈ അവകാശങ്ങൾ നമുക്ക് ഉണ്ട്, പക്ഷെ അതെന്ത് ചെയ്യില്ല, നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ തൊടാനും കാണാനൊന്നും പറ്റില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ തൊടാനും കാണാനൊക്കെ പറ്റുന്ന സാധനം. അപ്പൊ കോപ്പിറൈറ്റ്, പാറ്റന്റ്, ട്രേഡ് മാർക്കിങ്ങുള്ള കുറെ സാധനങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയോ ഇല്ലോ എന്ന് കമന്റ് ചെയ്യുക. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട് എന്താണെന്ന്. അത് നമ്മൾ അസറ്റ് പഠിക്കാനുള്ള ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസറ്റിൽ പഠിക്കാനുള്ള. അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ തിങ്സ്. നമുക്ക് കാണാൻ ഇങ്ങനെ ഇപ്പൊ ബിൽഡിങ്, വീട്, വാഹനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത് ഫിസിക്കൽ തിങ്സ്. അതുപോലെ തന്നെ പൊസഷൻസ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ അല്ലെ, നമ്മൾ ലീസിന് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് എന്ത് പൊസിഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ആരെങ്കിലും കണ്ട് പൈസ തരാണെങ്കിൽ അതെന്താണ്, അതും അസറ്റാണ്. അസറ്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എന്തിന്റെ പീരീഡിന്റെ അടിസ്ഥാനത്തിൽ, ഫിക്സഡും കറന്റും. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം, അതായത് മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ അതിനെന്ന് പറയും, കറന്റ് അസറ്റ് എന്ന് പറയും. പിന്നെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാനും കാണാനൊക്കെ പറ്റുന്നത്, ഇൻടാഞ്ചിബിള് തൊടാനും കാണാനൊന്നും പറ്റാത്തത്. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താണ് അസറ്റ് എന്ന് പഠിച്ചാൽ മതി. ശരിക്കും അസറ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫിക്സഡ് ആണോ കറന്റ് ആണെന്നും നമുക്ക് ഡെബിറ്റിനും ക്രെഡിറ്റിനും ഒക്കെ എല്ലാത്തിനും ഒരേ റൂളാണ് ഉള്ളത്. ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ഫിക്സഡ് ആണെങ്കിലും കറന്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ്, ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള ആ കോൺസെപ്റ്റിൽ എന്താണ് ഒക്കെ കോമൺ ആണ്. അപ്പൊ അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അസറ്റ് എന്താ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്ത്, അസറ്റ് എന്താണ് ചർച്ച ചെയ്തു അല്ലേ. നമുക്കറിയാം ഇമ്പോർട്ടന്റ് ടേമുകളിൽ ഫസ്റ്റത്തെ അസറ്റ്, രണ്ടാമത്തത് എക്സ്പെൻസ്, പിന്നെ ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ചെലവ് നമ്മളെ വീട്ടിലെല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാണ് ചെലവ് ഉണ്ടാകലെന്ന്. പാലിന് ബില്ല് കൊടുക്കേണ്ടി വരും, ചെലവാണ്. കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരും, ഫോണിന് റീചാർജ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ വണ്ടി ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കേണ്ടി, ഇങ്ങനെ പല വിധത്തിലുള്ള ചെലവുകൾ നമുക്കുണ്ട്. അപ്പൊ ചെലവ് എന്താണെന്ന് നമുക്ക് അറിയാത്തവരുണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളെ ക്ലാസ് കുറച്ച് സ്പീഡാണ്, അതുകൊണ്ടാണ് സ്ലോ ആക്കി പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്പെൻസ് എന്താണെന്നാണ് അല്ലെ. എക്സ്പെൻസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും, മറ്റത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും. നമുക്ക് ഡയറക്റ്റ് എന്നുള്ളതിന് മീനിങ് അറിയാം, എന്താ, നേരിട്ട്. ഇൻഡയറക്റ്റ് പറഞ്ഞാൽ നേരിട്ടല്ലാതെ. നമുക്ക് അതിന് മുമ്പ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് രണ്ട് രീതിയിലെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് എന്ന് പറഞ്ഞാൽ ആരോ ഉണ്ടാക്കിയ സാധനം വാങ്ങിയിട്ട് വിൽക്കുക അല്ലെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വിൽക്കാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ പറ്റും. അപ്പൊ ഒന്നിന് നമുക്ക് മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയാം, മറ്റേ സെയിലിംഗ് കമ്പനി എന്ന് പറയാം. നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മാനുഫാക്ചറിങ് കമ്പനി, മറ്റേത് സെയിലിംഗ് കമ്പനി. സെയിലിംഗ് കമ്പനി മീൻസ് ആരോ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് മേടിച്ച് വിൽക്കുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പം ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വരുന്ന ആ പ്രൊഡക്റ്റിന് മാനുഫാക്ചർ ചെയ്യാൻ വരുന്ന അതിനെ നേരിട്ട് ബാധിക്കുന്ന എക്സ്പെൻസുകൾ നമ്മൾ എന്ത് പറയും, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അതിനെ നേരിട്ട് ബാധിക്കാത്തതിനെ നമ്മൾ ഇൻഡയറക്റ്റ് പറയും. അതുപോലെ സെയിലിംഗ് കമ്പനി ആണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മളെ സ്ഥാപനത്തിലേക്ക് എത്തുന്നവരെ അല്ലെ, ആ സ്ഥാപനത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്ഥാപനത്തിലേക്ക് പ്രൊഡക്റ്റ് എത്തണമല്ലോ. ഇപ്പോ ഉദാഹരണത്തിന് നമ്മള് ജിലേബി വിൽക്കുന്ന കടയാണ്. അപ്പൊ ആ ജിലേബി ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരാനുള്ള ചെലവ് വരെ അതിന് ഡയറക്റ്റ് ആയി വരുന്ന അതിന്റെ നേരെ എന്താ പറയാ
ഡയറക്റ്റ് ആയി വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഉദാഹരണം നോക്കാം നമുക്ക്. ഇപ്പൊ ഒരു കടയില് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉദാഹരണത്തിലേക്ക് പോകണം കേട്ടോ. നമ്മളൊരു കടയില് എന്ത് ഹോട്ടലാണ്, ഹോട്ടൽ എടുക്കാം നമുക്ക് അല്ലെ. ഉദാഹരണമായിട്ട് ഹോട്ടൽ എടുക്കാം. ഈ ഹോട്ടലില് ഒരു പൊറാട്ട മേക്കർ ഉണ്ട്. എന്താണ്? ഒരു പൊറാട്ട മേക്കർ ഉണ്ട്. ഈ പൊറാട്ട മേക്കറോട് നമ്മൾ പറഞ്ഞു ഓന് ദിവസം 300 രൂപ കൂലി. 300 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഓന് കൊടുക്കും. ഓക്കെ, പ്ലസ് ഓരോ പൊറാട്ടക്കും 2 രൂപ വെച്ചിട്ട് ഓനക്ക് കൂലി കൊടുക്കാം. ഓരോ പൊറാട്ടക്കും 2 രൂപ വെച്ച് കൂലി കൊടുക്കാം. ഇവിടെ ഓന കടയിലേക്ക് വന്നാൽ ഓനക്ക് എന്ത് കിട്ടും? 300 രൂപ കിട്ടും. ഷുവറാ അല്ലേ? 300 രൂപ ഓനക്ക് ഷുവറായിട്ട് കിട്ടും. ഓന് ഒരു പൊറാട്ട ഉണ്ടാക്കി ഓനക്ക് എത്ര കിട്ടും? ഈ 300 പ്ലസ് 2 302 കിട്ടും. 2 പൊറാട്ട ഉണ്ടാക്കണമെങ്കിൽ 304 കിട്ടും അല്ലേ? അപ്പൊ ഈ 2 രൂപ എന്നുണ്ടല്ലോ, ഇതെന്ത് മാത്രമേ കിട്ടുള്ളൂ? ഓനവിടെ പ്രൊഡക്ഷൻ നടത്തിയാൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ 2 രൂപ ഇതെന്തിനാ ഡയറക്റ്റ് ആയി ബാധിക്കുന്നുണ്ട്? നമ്മൾ ഈ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മനസ്സിലായോ? ആ പ്രൊഡക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ബാധിക്കുന്ന എക്സ്പെൻസ് ആണ്. ഈ 300 എന്ന് പറഞ്ഞാലോ, ഓനവിടെ പൊറാട്ട ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഓന് കടയിലേക്ക് വന്ന് എന്ത് കൊടുക്കണം? ബേസിക് ആയിട്ടുള്ള 300 കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ 300 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റും ഈ 2 രൂപ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസും ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെലവാണ് അല്ലെ. കറണ്ട് ബില്ല് എടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ലോഡിങ്, അൺലോഡിങ്, ടാക്സ്, ഇൻട്രസ്റ്റ് കൊടുക്കുക, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് എക്സ്പെൻസ് മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് എന്ത്? നമ്മൾ ഒരു മെഷീനറി വാങ്ങുമ്പോൾ അത് നമുക്ക് ചെലവല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അല്ലെ ഒരു വെഹിക്കിൾ വാങ്ങി അത് നമുക്ക് ചെലവല്ലേ? ഡൗട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് തീർന്നതിനാണ് ചെലവ് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് കറണ്ട് ബില്ല് നമ്മൾ എപ്പോഴാണ് അടക്കാം? തുടക്കത്തിലാണോ അടക്കുന്നത് അതോ ലാസ്റ്റ് ആണോ? അതെ, അവസാനത്തിലല്ല അടക്കലേ. കറണ്ട് ബില്ല് 2 മാസം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് അടക്കുക. അപ്പം അതെന്താണ്? അത് എക്സ്പെൻസ് ആണ്, ഉപയോഗിച്ച് തീർന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ മാസത്തിന്റെ തുടക്കമാണ് നമ്മൾ കൊടുക്കാറ്? അല്ല, അവസാനമാണ്. നമ്മൾ ആ സർവീസ് ആ ബിൽഡിംഗ് ആ ഒരു മാസം യൂസ് ചെയ്തിന് ഉപയോഗിച്ച് തീർന്നു, ആ തീർന്നതിന് കൊടുക്കുന്നതാണ് എന്ത്? റെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാലറി എങ്ങനെയാ? ഉപയോഗിച്ച് തീർന്നതിന് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് തീരുന്നതിന് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? എക്സ്പെൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഫർണിച്ചർ നമുക്ക് അസറ്റ് അല്ലേ, അല്ലെങ്കിൽ വെഹിക്കിൾ നമുക്ക് അസറ്റ് അല്ലേ എന്ന് ചോദിക്കും ആളുകള്. വെഹിക്കിൾ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് തീരുന്നുണ്ടോ? ഇല്ല. ഉപയോഗിക്കാനാണ് നമ്മൾ വാങ്ങുന്നെങ്കിൽ അതെന്താണ്? അസറ്റാണ്, എക്സ്പെൻസ് അല്ല. ആ സമയത്ത് നമ്മളിത് വണ്ടി വിൽക്കുന്ന കടയാണെന്ന് കൂട്ടുക. വണ്ടി വിൽക്കുന്നപ്പോ നമ്മൾ കുറെ ഷോറൂമുകളുണ്ട്, മോട്ടോഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ കുറെ ഷോറൂമുകളുണ്ട്. അപ്പൊ ആ ഷോറൂമിൽ കുറെ വണ്ടികളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അസറ്റ് ആണോ? അവര് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുള്ള കുറെ വണ്ടികളുണ്ടാവും. അപ്പൊ അത് അസറ്റ് ആണോ? അല്ല. അപ്പൊ അതൊക്കെ എന്താ? അത് എക്സ്പെൻസ് ആണ്. വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതും നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഉപയോഗിച്ച് തീർന്നതും നമുക്ക് എക്സ്പെൻസ് ആണ്. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് എന്ത്? അസറ്റ്. മനസ്സിലായോ? ഓക്കെ. ഒരു കമ്പ്യൂട്ടർ വിൽക്കുന്ന ഷോപ്പ്, അടുത്തൊരു ഉദാഹരണം കൂടി പറയാം. കമ്പ്യൂട്ടർ വിൽക്കുന്ന ഷോപ്പ്, ഈ കമ്പ്യൂട്ടറിൽ വിൽക്കുന്ന ഷോപ്പിലേക്ക് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പ്യൂട്ടറുകൾ വാങ്ങി. അത് ഒരിക്കലും എന്തല്ല? അസറ്റ് അല്ല, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. അതിന് നമ്മൾ പറയുന്നത് പർച്ചേസ് എന്ന് പറയുന്നത്. വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗുഡ്സിന് നമ്മൾ എന്ത് പറയും? പർച്ചേസ് എന്ന് പറയും. പർച്ചേസ് നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. അങ്ങനെ നമ്മൾ ഈ ഗുഡ്സ് വിൽക്കുമ്പോ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗുഡ്സിന് നമ്മൾ എന്താ പറയാ? പർച്ചേസ് എന്ന് പറയും. ഈ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഗുഡ്സ് വിൽക്കുമ്പോ നമ്മൾ എന്ത് പറയും? സെയിൽ എന്ന് പറയും. ഒരു നിശ്ചിത സമയത്ത് നമ്മൾ വിൽക്കാത്തതിന് നമ്മൾ എന്ത് പറയും? സ്റ്റോക്ക് എന്ന് പറയും. ഒരു നിശ്ചിത സമയത്ത് നമ്മൾ റിപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, കണക്കെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ സ്റ്റോക്ക് ആയിട്ടാണ് എടുക്കുക. അപ്പൊ മൂന്നും എന്താണ്?
ഈ ഒരു ഗുഡ്സാ. ഇപ്പൊ ഈ സാധനം ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണമെങ്കിൽ എനിക്കത് പർച്ചേസ് ആണ്. ഞാൻ വിൽക്കുമ്പോൾ എന്ത് പറയും? സെയിൽസ് എന്ന് പറയും. വിൽക്കാതെ എന്റെ നമ്മുടെ സ്ഥാപനത്തില് കണക്കെടുക്കുന്ന സമയത്ത് വിൽക്കാതെ എത്രത്തോളം ഉണ്ടോ അത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഗുഡ്സ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സാധനം നമുക്ക് എക്സ്പെൻസ് ആണ്. ആ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ വിൽക്കുന്ന ഷോപ്പിൽ നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഒരു സിസ്റ്റം വേണം, ഉപയോഗിക്കാൻ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം. അപ്പൊ ആ കമ്പ്യൂട്ടർ എന്താണ്? അസറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ അതെന്താണ്? എക്സ്പെൻസ് ആണ്. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്താ? അത് അസറ്റ് ആണ്. നമ്മൾ ഉപയോഗിച്ച് തീർന്നതാണെങ്കിലോ, ഉദാഹരണത്തിന് നമ്മളൊരു ചായ മേടിച്ചു അല്ലെ, ഒരു ചായ മേടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കുമ്പോ ആ ചായക്ക് എന്തുണ്ട്? ആ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 രൂപന്റെ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെൻസ് ആണോ? അല്ല. ആ 10 രൂപയ്ക്ക് തുല്യമായ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഞാൻ എപ്പോഴാണോ അത് കുടിച്ച് തീർക്കുന്നത് അത് കാലിയായി, പിന്നെ 10 രൂപന്റെ സാധനം നമ്മൾക്കുണ്ടോ? ഇല്ല, നമ്മൾ ഉപയോഗിച്ച് തീർന്നു. അപ്പൊ എനിക്ക് എന്താ? അത് എക്സ്പെൻസ് ആണ്. മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങുന്നെങ്കിൽ അസറ്റ്, ഉപയോഗിച്ച് തീർന്നതിന് നമ്മൾ എന്ത് പറയും? എക്സ്പെൻസ് എന്ന് പറയും. അപ്പൊ ഈ എക്സ്പെൻസും അസറ്റുമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അസറ്റ് എന്താന്ന് പഠിച്ചു, എക്സ്പെൻസ് എന്താ പഠിച്ചു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇൻകം എന്താ, ക്യാപിറ്റൽ എന്താ, ലയബിലിറ്റി എന്താ. ഇത് നമുക്ക് ഒറ്റ ഒരു ക്ലാസ്സോട് കൂടി അത് മൂന്നും പറയാം. അത് സിമ്പിൾ ആയിട്ടുള്ള സാധനം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ് ഈ എക്സ്പെൻസും അസറ്റും. കാരണം ഇത് രണ്ടും ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന സാധനം അല്ലെ. ഒരു വെഹിക്കിൾ വാങ്ങുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് എക്സ്പെൻസ് അല്ലേ, അതൊരു അസറ്റ് ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. കാരണം അത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക, ഈ വെഹിക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ വാങ്ങിക്കണമെങ്കിൽ എന്താണ്? അസറ്റ് ആണ്. വിൽക്കാനാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പൊ ചില കാര്യങ്ങൾക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ എക്സ്പയർ ഡേറ്റ് കയ്യിനോട് കൂടി ഉപയോഗശൂന്യമായി, അത് നമ്മളെ കയ്യിലുണ്ടാവും, ഉപയോഗിച്ച് തീർന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു തന്നെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അപ്പൊ ആ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാലും ആ സാധനം നമ്മളെ കയ്യിലുണ്ടാവും. പിന്നെ എന്തായി? അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു അല്ലെ, എക്സ്പയർ ആയി പോയി. അതിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതും എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് തീരെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് പെടും? എക്സ്പയറിങ്ങും എക്സ്പയർ ആയതുകൂടിയും പെടും. അപ്പൊ നിങ്ങൾക്ക് ഇത് എക്സ്പെൻസ് എന്താ അസറ്റ് എന്താ മനസ്സിലാക്കേണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ബാക്കിയുള്ള ലയബിലിറ്റി, ഇൻകം, അതുപോലെ തന്നെ ക്യാപിറ്റലും പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ കഴിഞ്ഞു. പിന്നീട് നമുക്ക് എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ ജേണലിക്ക് പോവും, ലെഡ്ജർക്ക് പോവും, പിന്നെ ട്രയൽ ബാലൻസ്, ട്രെയിനിങ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഒരു ബാലൻസ് ഷീറ്റ്. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു അക്കൗണ്ടിങ് എന്ന സംഭവങ്ങൾ പഠിച്ചു. പിന്നെ നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മതി. സിമ്പിളാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനി അക്കൗണ്ടന്റ് ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കും കേട്ടോ. അപ്പൊ നിങ്ങളെ ഏതെങ്കിലും കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അക്കൗണ്ടിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ താങ്ക് യു. ഹായ്, അക്കൗണ്ടിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഏറ്റവും മർമ്മപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളാണുള്ളത്. അത് അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇതിൽ അസറ്റ് എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും നമ്മൾ വൈഡ് ആയിട്ട് പറഞ്ഞു. അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസ്തി അല്ലെങ്കിൽ സ്വത്ത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെലവുകൾ. ഇത് നമ്മൾ വൈഡ് ആയിട്ട് പറഞ്ഞു. അത്ര വൈഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റലും. നമുക്കറിയാം എന്താണ് ഇൻകം അല്ലെ. നമുക്കൊക്കെ വരുമാനം ഉണ്ടാവും അല്ലെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വരുമാനങ്ങളുണ്ടാവും. വരുമാനം അറിയാത്തവരായിട്ട് എന്തുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ബിസിനസിനെ സംബന്ധിച്ചോളം ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സെയിൽ തന്നെയാണ് അല്ലെ. നമ്മൾ കച്ചവടം ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മൂന്നാമതായിട്ട് ഇൻകം അല്ലെ, വരുമാനം. ഈ വരുമാനം നമുക്ക് സെയിലിൽ നിന്ന് വരുന്ന വരുമാനം, സെയിൽസിൽ നിന്ന് കിട്ടും വരുമാനം കിട്ടും. നമ്മള്
ഏതൊരു ബിസിനസ് ആണെങ്കിലും സാധനങ്ങൾ വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാക്കുക, നമ്മൾ ഫീസാണ് വാങ്ങിക്കുക അല്ലെ, ഡോക്ടർമാര് ഫീസാണ് വാങ്ങിക്കുന്നത്, അതാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് എന്താ വാങ്ങിക്കുന്നത്, അവർ സാലറിയാണ് വാങ്ങുന്നത്. അപ്പൊ നമ്മളെ ബിസിനസ്സിൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് ആണ് കേട്ടോ. അപ്പൊ സെയിൽസ് ആണ് ഇൻകം. ഈ സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ റവന്യൂ എന്നാണ് കേട്ടോ പറയാം, റവന്യൂ. ഓക്കെ, സെയിൽസിൽ നിന്നല്ലാതെ പല ഇൻകങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ബിൽഡിംഗ് ഉണ്ട്, നമുക്ക് നമ്മളെ ബിസിനസിന് ആവശ്യമല്ലാത്ത ബിൽഡിംഗ് വേറെ നമ്മൾ റെന്റിന് കൊടുക്കുന്നു, അതിനെന്ത് കിട്ടുന്നു, റെന്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മള് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതൊക്കെ എന്താണ്, ഇൻകമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കൂടുതൽ പണം നമ്മൾ വേറെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതം, അത് കിട്ടുന്നത്, അതൊക്കെ നമുക്ക് വരുമാനം. അതെന്തല്ല, സെയിൽസ് എന്ന് കിട്ടുന്നതല്ല. അപ്പൊ ഇൻകം എന്ന് പറഞ്ഞാൽ റവന്യൂ പ്ലസ് അതേഴ്സ് ഇൻകം ആണ്. എന്ത് അതർ സെയിൽസ് എന്നല്ലാത്ത കിട്ടുന്ന മൊത്തത്തിൽ പറയുന്ന നമ്മളെന്ത്, ഇൻകം എന്ന് പറയുന്നത്. ഇൻകം പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഇൻകം എന്ന് പറയാം. അപ്പൊ റവന്യൂ ആരെയും ചോദിക്കുകയാണെങ്കിൽ പറയാം എന്ത്, സെയിൽസ് കിട്ടുന്ന, സെയിൽസ് നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ റവന്യൂ എന്ന് പറയാം. നമ്മൾ ടോട്ടലായിട്ട് അതിന്റെ വരുമാനത്തിന് എന്താ പറയാ, ഇൻകം എന്ന് പറയും. പിന്നെ നമുക്ക് പറയാനുള്ളത്, നാലാമതായിട്ട് പറയാനുള്ളത് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി അല്ലെ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട മീനിങ് എന്ന് പറയുന്നത് ബാധ്യത. നമ്മൾ ആരോടൊക്കെ ചോദിക്കണം ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് എന്റെ കുട്ടികളെ കെട്ടിക്കാണ്ട് വീട് വെക്കാണ്ട്. സത്യത്തിൽ അതാണ് ബാധ്യത. നമ്മള് നോർമൽ ജീവിതത്തിൽ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ബാധ്യതയായി പറയുന്ന കാര്യങ്ങളാണത് അല്ലെ. കുട്ടികളെ കെട്ടിക്കാണ്ട് വീട് വീട് വെക്കാനുണ്ട് അല്ലെ, അല്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അത് ബാധ്യതയാണോ? സത്യത്തില് അത് ബാധ്യതയല്ല, അത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ബാധ്യത എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആർക്കെങ്കിലും അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പൈസ കൊടുക്കാനുണ്ടാകാം. ഇപ്പൊ നമ്മൾ കടത്തിന് സാധനം വാങ്ങിച്ചു, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് നമ്മൾ കടത്തിന് പൈസ വാങ്ങിച്ചു, കടത്തിന് സാധനങ്ങള് വാങ്ങിച്ചു. സാധനങ്ങൾ കടത്തിന് വാങ്ങിക്കുമ്പോ എന്താണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനായി അല്ലെ. നമ്മൾ നാട്ടിലത്തെ നമ്മൾ അറിയുന്ന കടയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, പറ്റിന് വാങ്ങും അല്ലെ. സാധനങ്ങൾ പറ്റിന് വാങ്ങിട്ട് എന്ത് പറയും, ഉപ്പ തരും, അല്ലെങ്കിൽ അച്ഛൻ തരും, അല്ലെങ്കിൽ ഏട്ടൻ തരും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു വരും അല്ലെ. അങ്ങനെ പറ്റുബുക്ക് ഉണ്ടല്ലോ, അത് സത്യത്തിൽ എന്താണ് അവിടെ ചെയ്യുന്നത്, നമ്മൾ കടത്തിന് വാങ്ങിച്ചു പോരാ. അതുപോലെ നമ്മളെ ബിസിനസ് എന്ത് ചെയ്യും, നമ്മള് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിക്കും. അപ്പൊ സപ്ലയർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കാനുള്ള, നമ്മള് കഴിഞ്ഞ അസറ്റ് പഠിച്ച സമയത്ത് പഠിച്ച് തരാനുള്ള ആൾക്കാർ നമ്മൾ എന്ത് പറയും, ഡെപ്റ്റേഴ്സ് എന്നാണ് പറയാ. എന്താണ് പറയാ, ഡെപ്റ്റേഴ്സ് കേട്ടോ. ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഡെപ്റ്റേഴ്സ് നമുക്ക് എന്തെങ്കിലും അസറ്റ് ചെയ്യുന്നു, അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാർ നമ്മൾ എന്ത് പറയും, ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. എന്താണ് പറയാ, ക്രെഡിറ്റേഴ്സ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താല് അതും എന്താണ്, ലയബിലിറ്റി ആണ്. അങ്ങനെ നമ്മൾ ഇപ്പൊ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നതിന് പകരം നമ്മൾ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് ക്യാഷ് കടം വാങ്ങി, ബിസിനസ് കടം വാങ്ങി, അങ്ങനെ അത് നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്. ഡിബഞ്ചർ ഒക്കെ പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ഡിബഞ്ചർ ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസയൊക്കെ നമുക്ക് ലയബിലിറ്റി ആണ്. ലയബിലിറ്റിന് എന്തുണ്ട്, അതിലും ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്നും ഷോർട്ട് ടേം അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റി എന്ന് പറയും കേട്ടോ. ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് പഠിച്ച മാതിരിക്കാണ്. ഫിക്സഡ് അസറ്റിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, മോർ ദാൻ 1 ഇയർ. അത് തന്നെയാണ് ലോങ് ടേം ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തിന് കൂടുതൽ നമുക്ക് ആ ലയബിലിറ്റി നിലനിൽക്കുന്നത്. ബാങ്കിൽ നിന്നൊക്കെ ലോൺ 5 വർഷത്തിനൊക്കെ നമ്മൾ ലോൺ എടുക്കുന്നുണ്ടാവും അല്ലെ. വെഹിക്കിളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾമെന്റിന് എടുക്കുമ്പോൾ എന്താ, 1 വർഷത്തിലേറെ കൂടുതൽ ഇടലുണ്ട് അല്ലെ. 5 വർഷം വരെയൊക്കെ നമ്മള് ഇൻസ്റ്റാൾമെന്റ് ഇടലുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ലോങ് ടൈം ആണ്. 1 ഇയറിന്റെ താഴെ വരുന്ന ലയബിലിറ്റി. ഇപ്പൊ ക്രെഡിറ്റേഴ്സ് ഒക്കെ എന്താണ്, ക്രെഡിറ്റേഴ്സ് നമുക്ക് 1 ഇയറിന്റെ താഴെ വരുള്ളൂ, അത് ഷോർട്ട് ടൈം ആണ്. അതേമാതിരി ഷോർട്ട് ടൈം ലോൺസുകൾ ഉണ്ടാവും. 1 വർഷത്തിന് കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ അടച്ചു തീർക്കുന്ന ഷോർട്ട് ടൈം ലോണുകൾ ഉണ്ട്. അതൊക്കെ ഷോർട്ട് ടൈം ലയബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലോങ് ടൈം ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്. അതിന്റെ പീരിയഡിന് അനുസരിച്ചിലാണ്. ശരിക്കും ലയബിലിറ്റിയിൽ നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കല്, ലോങ് ടൈം, മിഡിൽ ടൈം, ഷോർട്ട് ടൈം. ഇതിൽ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ 1 ഇയറിന്റെ താഴെ, മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ 1 ഇയർ to 5 ഇയർ, ലോങ് ടൈം എന്ന് പറഞ്ഞാല്
5 വർഷത്തിന്റെ മുകൾക്ക് അങ്ങനെയാണ് നമ്മൾ ലയബിലിറ്റിയിൽ ബാധ്യതകളെ തരംതിരിക്കില്ല. അതുപോലെ അപ്പൊ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ക്യാഷിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് 5ാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ള എന്താ, ക്യാപിറ്റൽ അല്ലെ. ക്യാപിറ്റൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് മൂലധനം എന്ന് പറയും മലയാളത്തില്, മൂലധനം. ഈ മൂലധനം എന്ന് പറയുന്നത് എന്താ, ഒരാള് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മീൻസ് ആ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന എല്ലാ അസറ്റുകളും. ചില ആളുകളൊക്കെ പുതിയ എന്താ വെച്ചാല് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുന്ന ക്യാഷ് മാത്രമാണ് ക്യാപിറ്റൽ എന്നാ. അല്ല കേട്ടോ, നമ്മൾ ഇറക്കുന്ന എല്ലാ അസറ്റുകളും. ഇപ്പൊ ചിലപ്പോ നമ്മളെ കയ്യിൽ ബിൽഡിംഗ് നമ്മൾ തന്നെ ആവാം അല്ലെ. അപ്പൊ ആ ബിൽഡിംഗ് നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റൽ ആണ്. ക്യാഷ് കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ 4 ആളുകളുണ്ട്, 4 പാർട്ട്നേഴ്സ് ഉള്ളത്. അപ്പൊ 4 ആളുകൾ കൂടിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ ഒരാൾ പറഞ്ഞു എന്റെ കയ്യിൽ വെഹിക്കിൾ ഉണ്ട്, വണ്ടികളുണ്ട്, ഞാനത് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാം. ഒരാൾ പറഞ്ഞു ഫർണിച്ചർ ഉണ്ട് എന്റെ കയ്യിൽ, ഒരാൾ പറഞ്ഞു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഇവര് ഒരാൾ ബിൽഡിംഗ് കൊടുന്നു, ഒരാൾ ഫർണിച്ചർ കൊടുന്നു, ഒരാള് വെഹിക്കിൾ കൊടുന്നു, ഒരാൾ ക്യാഷ് കൊടുന്നു. അപ്പൊ ഇതൊക്കെ എന്താ തന്നെയാണ്, ഇതൊക്കെ ക്യാപിറ്റൽ തന്നെയാണ്. ഓക്കെ, ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്, എങ്ങനെ അസറ്റുകളായിട്ട്, അതായത് ക്യാഷ് അല്ലാതെ വേറെ അസറ്റ് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രിയും കാര്യങ്ങളും. ജേണൽ എൻട്രി നമ്മൾ തുടങ്ങിയിട്ടില്ല, അപ്പൊ നമുക്ക് വിശദമായിട്ട് അത് ചർച്ച ചെയ്യാം. ഈ 5 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് സത്യത്തിൽ നമുക്ക് എന്തായി, നമ്മള് ഈ അക്കൗണ്ടിങ്ങിന്റെ ബേസ് പഠിച്ചു എന്നുള്ളത്, അതായത് മനസ്സിലായി കഴിഞ്ഞാല് പിന്നെ വേറെ എന്തില്ല, നമുക്ക് അക്കൗണ്ടിങ്ങിൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 5 കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, എന്താണ് അസറ്റ് അല്ലെ, എന്താണ് അസറ്റ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് എന്താണ് അല്ലെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇൻകം എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞു ലയബിലിറ്റി എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എന്താണ്. ഈ 5 കാര്യങ്ങളാണ് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അസറ്റ് എന്താ, എക്സ്പെൻസ് എന്താ, ഇൻകം എന്താ, ലയബിലിറ്റി എന്താ, ക്യാപിറ്റൽ എന്താ. അപ്പൊ ഒരു വസ്തു നമ്മളെ കയ്യിൽ കിട്ടിയാൽ, ഒരു ട്രാൻസാക്ഷൻ കിട്ടിയ കഴിഞ്ഞാൽ അത് അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, റെന്റ് റിസീവ്ഡ് ആണെങ്കിൽ നമുക്ക് റെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഏതിലെ വിടാം, അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, ഏതാണ്, അതെ ഇൻകം അല്ലെ. ഇങ്ങോട്ട് കിട്ടുകയാണ്, ഇൻകം ആണ്. ആ സമയത്ത് നമ്മൾ റെന്റ് കൊടുത്തു എന്ന് പറയുകയാണെങ്കിലോ അപ്പൊ നമുക്ക് എക്സ്പെൻസ് ആണ് അല്ലെ. നമ്മൾ വിൽക്കാൻ വേണ്ടിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കണമെങ്കിലോ അത് നമുക്ക് അസറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മള് അങ്ങോട്ട് ആർക്കെങ്കിലും കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ കടത്തിനാണ് വാങ്ങിക്കുന്നത്, കടത്തിന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് അവിടെ അസറ്റ് ഉണ്ടായി അല്ലെ. നമ്മൾ പറഞ്ഞു ഏതൊരു ട്രാൻസാക്ഷൻ 2 കാര്യങ്ങൾ ഉണ്ടാവും പറഞ്ഞു, നമ്മളെ കയ്യിലേക്ക് കമ്പ്യൂട്ടർ കിട്ടിയില്ലേ. കമ്പ്യൂട്ടർ കിട്ടിയ സമയത്ത് കമ്പ്യൂട്ടർ അസറ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്, നമ്മൾ ക്യാഷ് കൊടുക്കാനാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, അവിടെ ലയബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലെ. ഒന്നെങ്കിൽ നമുക്ക് അസറ്റ് ആക്കാരം ഒരു ഭാഗത്ത്, ഒന്നെങ്കിൽ ഒരു ഭാഗത്ത് എക്സ്പെൻസ് ആക്കാരം, ഒരു ഭാഗത്ത് എന്താവാം ഇൻകം ആവാം. ഇൻകം അസറ്റും വരാം, അതുപോലെ തന്നെ ഇൻകം ലയബിലിറ്റിയും വരാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ. അങ്ങനെ ജോയിന്റ് ഇത് ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ 2 നമുക്ക് ഏതൊരു ട്രാൻസാക്ഷനിലും കാണാൻ പറ്റും. അപ്പൊ അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പറഞ്ഞത്. എന്താണ് ഡെബിറ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഡെബിറ്റ് ആണ് എന്താ പറഞ്ഞു, ലെഫ്റ്റ് സൈഡും, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് റൂളാണ് അല്ലെ. എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, ഈ 2 കാര്യങ്ങൾ നമ്മള് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും റൂള്. 2 രീതിയിലാണ് നമുക്ക് ഈ ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതും പഠിക്കാൻ പറ്റുക. നമുക്ക് 2 അപ്രോച്ചുകളാണ് അക്കൗണ്ടൻസി ചെയ്യാനുള്ളത്. ഒന്ന് അമേരിക്കൻ അപ്രോച്ചും ഒന്ന് ബ്രിട്ടൻ അപ്രോച്ചും. നമ്മൾ ACCയും CM ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇത് 2 അപ്രോച്ചുകളാണ്, ഒന്ന് ബ്രിട്ടന്റെ ആണ്, ഒന്ന് അമേരിക്കന്റെ ആണ്. ആ 2 അപ്രോച്ചുകളിലാണ് അത്
നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഈ ആ അപ്രോച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് രണ്ടിലും എങ്ങനെയാണ്, ആ രണ്ട് അപ്രോച്ചുകളിലും എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കോമന്റ് ആയിട്ട് അറിയിക്കുക. നമ്മൾ എന്ത് ചെയ്യും, അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഇടുന്നതാണ്, ഒരു ക്ലാസ് ആക്കിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ താങ്ക് യു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 5 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അസെറ്റ് എന്താ, എക്സ്പെൻസ് എന്താ, ഇൻകം എന്താ, ലയബിലിറ്റി എന്താ, ക്യാപിറ്റൽ എന്താ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക. അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതിന് 2 അപ്രോച്ചാണുള്ളത്. ഒന്ന് അമേരിക്കൻ അപ്രോച്ചും ഒന്ന് ബ്രിട്ടൻ അപ്രോച്ചും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ അപ്രോച്ചിലാണ് കേട്ടോ. അമേരിക്കൻ അപ്രോച്ചിലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയുണ്ട്, നമുക്ക് അസെറ്റ് ഉണ്ട് അല്ലെ, അസെറ്റ് ഉണ്ട്, അസെറ്റ്, എക്സ്പെൻസ്, ഞാൻ ഷോർട്ട് ആക്കി ഇതിന് മനസ്സിലാവുണ്ടാവുന്ന വിചാരിക്കുന്നു, ഇൻകം, ലയബിലിറ്റി, അതുപോലെ തന്നെ ക്യാപിറ്റൽ അല്ലെ. ഈ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അമേരിക്കൻ അപ്രോച്ച് പ്രകാരം നമ്മൾ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക, എന്താണ് ഡെബിറ്റ് എന്ന് പറഞ്ഞാല്, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ, എപ്പോഴാണ് നമ്മളെ അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, എപ്പോഴാണ് നമ്മളെ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിൽ എഴുതുക. അതിനാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പറയുന്നത്. അപ്പൊ അസെറ്റ് കൂടുകയാണെങ്കിൽ, അസെറ്റ് എന്ത് ചെയ്യാണ്, അസെറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇൻകവും ലയബിലിറ്റിയും ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യുമ്പോൾ, കുറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പം അമേരിക്കൻ അപ്രോച്ച് പ്രകാരം എപ്പോഴൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അസെറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഇൻകം കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റലും കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാൻ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ്, അസെറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നാവും കേട്ടോ. ഇതാണ് നമ്മൾ മർമ്മപ്രധാനമായ റൂൾ എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എന്താ, അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ബാക്കിയുള്ള ലയബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റും എക്സ്പെൻസും കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റിയും ഇൻകം ക്യാപിറ്റലും കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് അമേരിക്കൻ അപ്രോച്ച് പ്രകാരം നമുക്ക് ഡെബിറ്റ് ചെയ്യലും ക്രെഡിറ്റ് ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ബ്രിട്ടന്റെ അപ്രോച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്യാം. ഇതിലേതാണോ നമുക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ബ്രിട്ടന്റെ അപ്രോച്ച് പ്രകാരം നമ്മൾ ഇതിനെ 3 അക്കൗണ്ടുകളായിട്ട് തിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട്, രണ്ടാമത്തത് നോമിനൽ അക്കൗണ്ട്, മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ട്. ഇങ്ങനെ 3ആയിട്ട് തരം തിരിക്കുകയാണ്. ഏതൊക്കെയാണ്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഈ റിയൽ അക്കൗണ്ടിൽ പെടുന്നതാണ് എന്ത്, അസെറ്റ്. അവിടെ പെടുക, അസറ്റില് റിയൽ അക്കൗണ്ടിൽ എന്ത് പെടും, അസെറ്റ് പെടും. മനസ്സിലായോ? റിയൽ അക്കൗണ്ടിൽ എല്ലാ അസറ്റുകളും പെടും. അപ്പൊ ഇവിടെ റൂൾ എന്ന് പറയുന്നത്, റിയൽ അക്കൗണ്ടിന്റെ കേസിൽ റൂള് എന്താണോ നമുക്ക് കിട്ടുന്നത്, റിയൽ അക്കൗണ്ടിന്റെ കേസിൽ, അതായത് അസറ്റിന്റെ കേസിൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് എന്ത് ചെയ്യാ, ഡെബിറ്റ് ചെയ്യാം അല്ലെ. എന്താണോ നമുക്ക് വരുന്നത്, നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത് എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. പോകുന്നത് ക്രെഡിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാം, എന്താണോ വരുന്നത് അത് ഡെബിറ്റ് ചെയ്യാം, എന്താണോ പോകുന്നത് ക്രെഡിറ്റ് ചെയ്യാം. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻസ് ഉള്ള അക്കൗണ്ട് ആണ് എന്ത്, നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകവും എക്സ്പെൻസും. ഇവിടെ റൂൾ എന്ന് പറയുന്നത് എന്താ, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യാൻ, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യാം. നോമിനൽ അക്കൗണ്ടിലെ കേസിൽ ഇങ്ങനെയാണ്, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യുക, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുക.
പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഓരോ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇടപാടുകൾ നടത്തും അല്ലെ. ഇപ്പൊ ബാങ്കിനായിട്ട് അല്ലെങ്കിൽ വേറെ കമ്പനികളായിട്ട് ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർ എന്ന് പറഞ്ഞ വേറെ കമ്പനിയാണ്, കസ്റ്റമർ എന്ന് പറയുന്ന വ്യക്തികളാണ് അല്ലെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, വ്യക്തികളുമായിട്ട് ഇടപാടുകൾ നടത്തും. അപ്പൊ ആ കാറ്റഗറി വരുന്ന ആളുകളാണ് വ്യക്തികൾ എന്ന് പറയുന്ന കാറ്റഗറി പേഴ്സണൽ അല്ലെ. ഈ പേഴ്സണലിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാം? ബ്രിട്ടന്റെ അപ്രോച്ച് പ്രകാരം പേഴ്സണൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരാണോ റിസീവ് ചെയ്യുന്നത് അവർ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ആരാണോ ഗീവ് ചെയ്യുന്നത്, ആരാണോ നൽകുന്നത്, ആരാണോ സ്വീകരിക്കുന്ന പോലെ എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. ആരാണോ നൽകുന്നത് അവരെന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നമ്മളെ ഭാഷ ഒരിക്കലും നോക്കരുത് കേട്ടോ. നമ്മൾ ഈ പേഴ്സണൽ അക്കൗണ്ടിൽ ഇപ്പൊ ബാങ്ക് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ ബാങ്ക് സ്വീകരിക്കുകയാണോ ബാങ്ക് നൽകുകയാണോ നോക്കിയാൽ മതി. നമ്മളെ ഭാഗം നോക്കരുത്. നമ്മളെ ഭാഗത്ത് നോക്കിപ്പോയാൽ തെറ്റിപ്പോകും. ഓക്കെ. ഇപ്പൊ ബാങ്കിൽ നമ്മൾ ക്യാഷ് എന്ത് ചെയ്യാണ്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് ക്യാഷ് നമ്മൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. അപ്പൊ ബാങ്ക് അവിടെ ക്യാഷ് സ്വീകരിക്കുകയാണോ അതോ നൽകുകയാണോ? സ്വീകരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ സ്വീകരിക്കുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഇപ്പൊ ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തു കൂട്ടുക, ബാങ്കിൽ നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് വിഡ്രോ ചെയ്തു. അപ്പൊ ബാങ്ക് അവിടെ നൽകുകയാണോ സ്വീകരിക്കുകയാണോ? നൽകുകയാണ്. അപ്പൊ ബാങ്കിന് അവിടെ എന്താ ചെയ്യേണ്ടത്, ബാങ്കിന് എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മള് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ആ പേഴ്സണൽ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു റിസീവ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നൽകുന്ന ആളുകളെ ഗിവർ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് പേഴ്സണൽ അക്കൗണ്ട് കേസ്. ആ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരിക്കലും എന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് നോക്കാൻ പാടില്ല, നമ്മളെ ഭാഗം നോക്കാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കുകയാണോ നമ്മൾ നൽകുകയാണോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നൽകുകയാണോ സ്വീകരിക്കുകയാണോ നോക്കുക. ഇതാണ് രണ്ട് അപ്രോച്ചുകൾ എന്ന് പറയുന്നത്. ഈ അപ്രോച്ചിൽ നമുക്ക് റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. റിയൽ അക്കൗണ്ടിന്റെ കേസിൽ നമ്മൾ എന്താ റൂൾ എന്ന് പറയുന്നത്, എന്താണോ നമുക്ക് കിട്ടുന്നത് ഡെബിറ്റ് ചെയ്യുക, എന്താണോ പോകുന്നത് നമ്മൾ കേട്ടോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും നമ്മൾ അങ്ങോട്ട് പോകുന്നതും അതെന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് കിട്ടുന്നത് ഡെബിറ്റ് ചെയ്യാം, അങ്ങോട്ട് കൊടുക്കുന്നത് ക്രെഡിറ്റ് ചെയ്യാം. നോമിനൽ കേസിൽ എന്ന് പറഞ്ഞാൽ, നോമിനൽ അക്കൗണ്ടിന്റെ കേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസും ഇൻകം അടങ്ങിയ അക്കൗണ്ട് ആണ് എന്ത് പറയുന്നത്, നോമിനൽ അക്കൗണ്ട്. ഈ നോമിനൽ അക്കൗണ്ടിന്റെ കേസിൽ എന്താ റൂള്, എല്ലാ ഇൻകംസും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യണം. സിമ്പിൾ അല്ലേ, അത് സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം, എല്ലാ ഇൻകംസും ക്രെഡിറ്റ് ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ടിൽ പറഞ്ഞ വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ നമുക്ക് എന്താവും, അങ്ങനെ ആ ഒരു കേസിൽ പേഴ്സണലായിട്ട് നമ്മൾ നടത്തുന്ന കേസിൽ എന്താണ് ചെയ്യേണ്ടത്, അവിടെ റിസീവ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഗീവ് നൽകുന്ന അല്ലെങ്കിൽ നൽകുന്ന ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത്രയാണ് ഇതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ, ഡെബിറ്റിന്റെ ക്രെഡിറ്റിന്റെ റൂള്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ ജേണൽ എൻട്രി ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒറ്റ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കി വെക്കാം. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വൈഡ് ആയിട്ട് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അജയ്നായിക്കോട്ടെ അല്ലെ. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. അജയ് എന്ത് ചെയ്തിട്ടുണ്ട്, 10,000 രൂപക്ക് അജയ് 10,000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ബിസിനസ്സാ അല്ലെ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടേ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതിൽ ഫസ്റ്റ് എന്തേനു, കമ്പനി വേറെ, ഓണർ വേറെ. ഓക്കെ. ആ കമ്പനിയിൽ ആരാണ് നമ്മൾ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അജയ് എന്ത് ചെയ്തു, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് അജയ് ആണെന്ന് കൂട്ടുക, ഇത് അജയ് ആണ്. അജയ് എന്ത് ചെയ്തു, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ സെൻട്രലുള്ള നമ്മളെന്താണ് അക്കൗണ്ടന്റാ. ആർക്ക് വേണ്ടിയിട്ട്, ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് അജയ് നമുക്ക് ക്യാഷ് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ എന്താ പറയാ, ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. കമ്പനിന്റെയും അജയന്റെ ഓണറിന്റെ നടുവിൽ നിൽക്കുന്ന ആളാണ് ഒരു അക്കൗണ്ടന്റ്. അപ്പൊ നമ്മൾ ആ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണ്. പിന്നെ അതിൽ 2 കാര്യങ്ങൾ ഉണ്ടാവും പറഞ്ഞു. ആ 2 കാര്യങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും ആണ്. പിന്നെ നമ്മൾ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. അജയ് ഫസ്റ്റ് നമ്മള് അമേരിക്കൻ അപ്രോച്ചിൽ എടുക്കാം കേട്ടോ. അമേരിക്കൻ അപ്രോച്ചിൽ എടുക്കാം. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. ഇവിടെ 10,000 രൂപ ആര് തന്നു, നമ്മളെ കയ്യില് അജയ് തന്നു. എന്തിനാ തന്നത്, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ നമ്മളെ കയ്യിൽ അക്കൗണ്ടന്റ് എന്ന നിലക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, 0 ആണ്.
ആ 0 ഉള്ള സമയത്താണ് അജയ് കൊടുത്തിട്ട് 10,000 തരുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ ഇവിടെ ക്യാഷ് കൂടിയോ കുറഞ്ഞോ? ഇവിടെ ക്യാഷ് കൂടി അല്ലെ? നമ്മളെ കയ്യിൽ ക്യാഷ് കൂടിയില്ലേ? 0 10,000. അപ്പൊ നമുക്ക് അമേരിക്കൻ അപ്രോച്ച് പ്രകാരം ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ എന്ത് കിട്ടി നമുക്ക്? എന്തിനാണ് അജയ് ക്യാഷ് കൊടുക്കുന്നത്? എന്തിനാണ് അജയ് ക്യാഷ് കൊടുക്കുന്നത്? ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ക്യാഷിനെ നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ എന്ന് വിളിക്കും. അപ്പൊ നമ്മളെ കയ്യിൽ ഇതുവരെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു? ഇല്ല. ക്യാപിറ്റൽ ഉണ്ടായിരുന്നു? ഇല്ല, 0 ആയിരുന്നു. അജയ് എപ്പോഴാണോ ഈ 10,000 കൊണ്ടുവരുന്നത് അപ്പോഴാണ് അജയന്റെ ക്യാപിറ്റലും കൂടിയത്. അപ്പൊ ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ക്യാപിറ്റൽ, അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലെ? അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം കേട്ടോ. എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്, ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതേണ്ടതൊക്കെ. ഇത് ജസ്റ്റ് ആണ് ക്രെഡിറ്റും ഡെബിറ്റും മാത്രം എന്താണെന്ന് കാണിച്ചു തരുള്ളൂ. ഇതാണ് നമുക്ക് ഏത് അപ്രോച്ചിൽ, അമേരിക്കൻ അപ്രോച്ചിൽ നമുക്ക് വരുന്നത് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് കൂടി? ക്യാഷ് എന്ന് പറഞ്ഞ സെറ്റ് കൂടി, ക്യാപിറ്റൽ പറഞ്ഞാൽ അതുപോലെ തന്നെ അജയന്റെ ക്യാപിറ്റലും കൂടി. അപ്പൊ ക്യാഷ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ആ റൂൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബ്രിട്ടൻ അപ്രോച്ചിലേക്ക് പോകാം. ബ്രിട്ടൻ അപ്രോച്ചിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 3 അക്കൗണ്ട് ആണുള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇവിടെ നമുക്ക് അജയ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിക്ക് എന്ത് വന്നു? ക്യാഷ് വന്നു അല്ലെ? ഈ ക്യാഷ് എന്ന് പറഞ്ഞാല് എന്തിന് പെടുന്നതാ? റിയൽ അക്കൗണ്ട് ആണ് അല്ലെ? ക്യാഷ് പറഞ്ഞ അസറ്റ് എന്താണ്? റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണോ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? അത് ഡെബിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരികയാണ്, എന്തെങ്കിലും പോവണോ? അല്ല, ഇങ്ങോട്ട് ക്യാഷ് വരികയാണ്. ക്യാഷ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ റിയൽ അക്കൗണ്ടിന്റെ കേസിൽ ക്യാഷ് നമുക്ക് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നു. അപ്പൊ അത് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത്. ഇവിടെ നമുക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്? അജയനായിട്ടാണ് ബന്ധമുള്ളത് അല്ലെ? ഒരു വ്യക്തിയുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അപ്പൊ ഈ വ്യക്തി ഇവിടെ നൽകുകയാണോ സ്വീകരിക്കണോ? നമ്മൾ പറഞ്ഞത് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കണാണത് നോക്കിയാൽ മതി. ഇവിടെ അജയ്, ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ്? അക്കൗണ്ടന്റ് അല്ലേ? അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കണ അജയ് ആണ്. അജയ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് 10,000 കൊണ്ടുവരുമ്പോ അയാള് സ്വീകരിക്കാണോ നൽകുകയാണോ? അയാള് നൽകുകയാണ് അല്ലെ? നമുക്ക് ഇങ്ങോട്ട് നൽകിക്കല്ലേ? അയാള് സ്വീകരിക്കണോ ക്യാഷ്? അല്ല, നമുക്ക് നൽകിക്കാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട എന്താ? പേഴ്സണൽ അക്കൗണ്ടിന്റെ കേസിൽ എന്താണ് റൂള്? ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ ഡെബിറ്റ് ചെയ്യണം, ആരാണോ നിൽക്കുന്നത് അവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഈ കേസിൽ ഇവിടെ ആരാണ്? അജയ് സ്വീകരിക്കണോ? അല്ല. അപ്പൊ അജയനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണ്ട. അജയ് എന്താണ്? നൽകുകയാണ്. നൽകുന്നതുകൊണ്ട് തന്നെ അജയനെ എന്ത് ചെയ്താൽ മതി? ഓക്കെ, അജയ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് അല്ലേ? അജയന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്യുക. റൂള് മനസ്സിലായോ? രണ്ടിലും നമുക്ക് മനസ്സിലായോ? അപ്പൊ 2 അപ്രോച്ച് ഉണ്ട്. ഇതിൽ ഏത് അപ്രോച്ചും ആണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. രണ്ടിലും ചെയ്താലും ശരിയാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്ന ആ രീതിയിലാണ് ഇതിന്റെ അപ്രോച്ച് വരിക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ട്രാൻസാക്ഷൻ വെച്ചിട്ട് അതിന്റെ ജേണൽ കറക്റ്റ് എങ്ങനെയാണോ ജേണൽ എൻട്രി ചെയ്ത. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അജയ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് അങ്ങനെയൊന്നല്ല എഴുതുക. നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അജയ്സ് ക്യാപിറ്റൽ എന്നാണ് എഴുതുക. അജയ്സ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്, എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് ഈ റൂള് ഇമ്പോർട്ടന്റ് ആയ റൂളിൽ നിർത്താം. ജസ്റ്റ് ഒരു ഉദാഹരണമാണ് എങ്ങനെയാണ് ഇത് വരുന്നത്, 2 അപ്രോച്ചിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു അജയന്റെ കേസ് എടുത്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ജേണൽ എൻട്രി പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക്, കോമേഴ്സ് എടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹായ്, നമ്മൾ എന്ത് ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സില്? എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? 2 അപ്രോച്ചിലും, അമേരിക്കൻ അപ്രോച്ചിലും ബ്രിട്ടൻ അപ്രോച്ചിലും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു.
ഇന്ന് നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജേണൽ എൻട്രി എല്ലാവർക്കും അറിയുന്ന നിർബന്ധമുള്ള കാര്യമാണ്. ഒരു ട്രാൻസാക്ഷൻ നോക്കിയിട്ട് നമ്മൾ ജേണൽ എൻട്രി ഉണ്ടാക്കും. ജേണൽ എൻട്രി നോക്കി ലെഡ്ജർ നോക്കിയിട്ട് ട്രയൽ ബാലൻസ്, അവിടുന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് നമുക്ക് വരുന്നത് എന്ത് അക്കൗണ്ടിങ്ങിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജേണൽ ഉണ്ടാക്കുക എന്നല്ലേ, നമ്മൾ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാൻ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ജേണൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ട്രാൻസാക്ഷൻ എടുക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. ഇവിടെ പറയുന്നത് എന്താ, നമ്മള് 10,000 രൂപക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. നമുക്കറിയാം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള, വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതിന് നമ്മൾ എന്ത് പറയാ അല്ലെ, ഗുഡ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറയാം, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഏതെങ്കിലും അസറ്റ്. ആ അസറ്റ് വാങ്ങിക്കണമെങ്കിൽ പർച്ചേസ്ഡ് അസറ്റ് ആവും അല്ലെ. ഇപ്പൊ പർച്ചേസ്ഡ് വെഹിക്കിൾ അല്ലെങ്കിൽ പർച്ചേസ്ഡ് മെഷീനറി, അങ്ങനെ നമ്മൾ എന്താണ് വാങ്ങിച്ച അസറ്റ് അതാണ് വരിക. പക്ഷേ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, വിൽക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച. അതിന് വിൽക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കുന്നതിന് നമ്മൾ എന്താ പറയും, എക്സ്പെൻസ് ആണ് അല്ലെ. നമുക്ക് അത് നമ്മൾ പർച്ചേസ് എന്ന് പറയും. പർച്ചേസ് നമുക്ക് എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലെ, എക്സ്പെൻസ് ആണ്. അപ്പൊ അമേരിക്കൻ അപ്രോച്ച് പ്രകാരം ഇവിടെ എക്സ്പെൻസ് കൂടിക്കാണോ കുറഞ്ഞിക്കാണോ, പർച്ചേസ് അക്കൗണ്ട് ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10,000 രൂപക്ക് നമ്മൾ വാങ്ങിക്കുമ്പോ ഇവിടെ എക്സ്പെൻസ് കൂടിക്കാണോ കുറഞ്ഞിക്കാണോ, അതെ, ഇവിടെ പർച്ചേസ് പറഞ്ഞ എക്സ്പെൻസ് എന്ത് ചെയ്തിക്കാണ്, കൂടിക്കാണ്. അപ്പൊ പർച്ചേസ് എക്സ്പെൻസ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, അമേരിക്കൻ അപ്രോച്ച് പ്രകാരം പർച്ചേസ് കൂടുമ്പോ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ബ്രിട്ടൻ അപ്രോച്ചിലാണെങ്കിൽ ഇതെങ്കിലും വരുന്ന നോമിനൽ അക്കൗണ്ടിൽ വരിക. നോമിനൽ അക്കൗണ്ടിൽ നമുക്ക് എന്താ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് എന്ന് വരും അല്ലെ, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ അല്ലെ, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ. എന്ത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, 10,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നത്. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസറ്റ് ആയിരുന്നു അല്ലെ, ക്യാഷ് പറഞ്ഞ അസറ്റ് ആയിരുന്നു. നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോ അസറ്റ് കൂടാണോ കുറയാണോ അല്ലെ, 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോ അവിടെ അസറ്റ് കുറയല്ലേ, ക്യാഷ് കുറയല്ലേ. അപ്പൊ ക്യാഷ് പറഞ്ഞ അസറ്റ് കുറയുമ്പോ നമുക്ക് അമേരിക്കൻ അപ്രോച്ചിലാണെങ്കിൽ ക്യാഷ് കുറയുക അല്ലെങ്കിൽ അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ് ക്രെഡിറ്റ് വരിക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലെ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഇപ്പൊ ബ്രിട്ടൻ അപ്രോച്ച് എടുക്കുകയാണെങ്കിലും നമുക്കറിയാം അസറ്റിന്റെ കേസ് റിയൽ അക്കൗണ്ടിലാണ്. റിയൽ അക്കൗണ്ടിൽ എന്താണോ വരുന്നത് ഡെബിറ്റ് ചെയ്യാൻ, എന്താണോ പോണേ ക്രെഡിറ്റ് ചെയ്യാം. അവിടെ എന്താണ് ക്യാഷ് പോവല്ലേ, അപ്പൊ അത് ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ ഈ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റർ അല്ലെ, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റർ. നമുക്ക് എല്ലാവർക്കും പേരുണ്ടാവും അല്ലെ, ഒരു സ്കൂളിലും അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പേരുണ്ടാവും. അതിന് പുറത്ത് നമുക്ക് നിക് നെയിം ഉണ്ടാവും അല്ലെ, വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടാവും. അതേമാതിരി തന്നെയാണ് ഡെബിറ്റിനും ഉണ്ട്. ഡെബിറ്റിനും ക്രെഡിറ്റിനും ഒരു നിക് നെയിം ഉണ്ട്. ഡെബിറ്റിന്റെ നിക് നെയിം ആണ് എന്ത് പറയുന്നത്, ബൈ. ക്രെഡിറ്റിന്റെ നിക് നെയിം ആണ് എന്ത്, ടു. അപ്പൊ ബൈ എന്ന് പറഞ്ഞാല് ഡെബിറ്റ് തന്നെയാണ്, ഡെബിറ്റ് പറഞ്ഞാൽ ബൈ ആണ്. ഇപ്പൊ എന്റെ പേര് ഫാസി എന്നാണ്, എന്റെ വീട്ടിൽ വിളിക്കല് അഫി എന്നാണ്. അപ്പൊ എന്റെ അഫി എന്ന് പറഞ്ഞാലും ഫാസി എന്ന് പറഞ്ഞാലും ഞാൻ തന്നെയാണ് അല്ലെ. ഒന്ന് നിക് നെയിം ആണ്, നമ്മൾ ഒറിജിനൽ നെയിം ആണ്. അതേമാതിരി തന്നെ ബൈ എന്ന് പറഞ്ഞ നിക് നെയിം ആണ് വിചാരിക്കുക. അതുപോലെ തന്നെ ഡെബ്റ്റർ എന്ന് പറഞ്ഞാല് ഡെബ്റ്ററിന്റെ നിക് നെയിം തന്നെയാണ് എന്ത്, ബൈ. അതുപോലെ തന്നെ ക്രെഡിറ്ററിന്റെ നിക് നെയിം ആണ് ടു. അപ്പൊ ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ക്രെഡിറ്റ് ആണ്, ബൈ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, ഡെബിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാലോ, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒറിജിനൽ പേരാണ് പറയുന്നതെങ്കിൽ അത് എൻട്രിന്റെ ലാസ്റ്റ് വരണം. നിക് നെയിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വരണം. അപ്പൊ നമ്മള് ഇവിടെ ഡെബിറ്റിന്റെ നിക് നെയിം യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യാം, ബൈ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരണം. അതല്ല നമ്മൾ ഒറിജിനൽ നെയിം ആണെങ്കിലോ
പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റർ. ഇവിടെ നമ്മള് ക്രെഡിറ്റിന്റെ നമ്മൾ എന്ത് ചെയ്യാണ്, നിക് നെയിം യൂസ് ചെയ്യാണ്, ഡെബിറ്റിന്റെ ഒറിജിനൽ യൂസ് ചെയ്യാണ്. അപ്പൊ എന്താണ് എൻട്രി വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോ കിട്ടുന്നില്ല. ആ ഫ്ലോക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മനസ്സിലാവുണ്ടോ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ജേണൽ എൻട്രി എങ്ങനെ വന്നു മനസ്സിലായോ? ടു എന്ന് പറഞ്ഞാൽ തന്നെയാണ് ക്രെഡിറ്റ് തന്നെയാണ്, നിക് നെയിം ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് വേറൊരു ട്രാൻസാക്ഷൻ എടുത്തു നോക്കാം. വേറെ നമ്മൾ എന്ത് ചെയ്തു, റിസീവ്ഡ് ക്യാഷ് ഫ്രം ആനന്ദ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം ആനന്ദ് റുപ്പീസ് 1000 രൂപ ആരെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തു, ആനന്ദിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തു. അപ്പൊ ആനന്ദിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. ക്യാഷ് കൂടുകയാണോ കുറയാണോ? കൂടുകയാണ് അല്ലേ. ക്യാഷ് കൂടുമ്പോ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. വേണ്ടേ? നിങ്ങൾ ഏത് അപ്രോച്ചിലാണോ ചിന്തിക്കുന്നത്? ഇപ്പൊ അമേരിക്കൻ അപ്രോച്ചിലാണ് ഇവിടെ ക്യാഷ് കൂടുകയാണ്. ബ്രിട്ടന്റെ അപ്രോച്ചിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് വരികയാണ്, അസറ്റ് ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങോട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, റിയൽ അക്കൗണ്ടിന്റെ കേസിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണ് തന്നത്, ആനന്ദ് അല്ലെ, ടു ആനന്ദ് അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ ആനന്ദ് ആരാണെന്ന് അറിയില്ല. ഒരുപക്ഷെ ആനന്ദ് എന്താവാം, ആനന്ദ് നമുക്ക് പൈസ തരാനുള്ള ഒരാളാവാം, ഡെപ്റ്റർ ആവാം. ഇവിടെ ഒറ്റ ട്രാൻസാക്ഷൻ, ഇതിന് മുമ്പ് ട്രാൻസാക്ഷൻ നമുക്ക് അറിയുന്നില്ല. മുന്നത്തെ ട്രാൻസാക്ഷൻ അറിയുമ്പോൾ നമുക്കറിയാം ആനന്ദ് ഡെപ്റ്റർ ആണോ അതല്ല അവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാണോ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം, ഒന്നെങ്കിൽ എന്താവാം, നമ്മള് കടത്തിന് വിറ്റ ആളാവാം അല്ലെ, ഡെപ്റ്റർ ആവാം, നമുക്ക് പൈസ തരാനുള്ള ആളാവാം. അല്ലെങ്കിൽ എന്താവാം, നമ്മൾ അവരെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നതാവാം. അങ്ങനെ നമ്മള് ഡെപ്റ്റർ ആണ്, അയാൾ ഡെപ്റ്റർ ആണെങ്കിൽ 1000 രൂപ നമുക്ക് നമ്മൾ കടത്തിന് വിറ്റിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ 1000 തന്നാൽ എന്താവും, അയാൾ പിന്നെ നമുക്ക് തരാണ്ടാവോ, അയാൾ 0 ആവൂലേ. അപ്പം അങ്ങനെ ആവുമ്പോ ഇവിടെ എന്തായി, ഡെപ്റ്റർ പറഞ്ഞ അല്ല ആനന്ദ് പറഞ്ഞ അസറ്റ് കുറഞ്ഞു. ആ സമയത്ത് ഇവിടെ നമ്മൾ കടം വാങ്ങിക്കുകയാണെങ്കിലോ അയാള് ലയബിലിറ്റി ആണ് അല്ലെ, നമുക്ക് ബാധ്യസ്ഥനാണ്, നമ്മൾ തിരിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇവിടെ ലയബിലിറ്റി കൂടി, അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. റൂൾ എങ്ങനെയാലും ശരിയാണ്. അപ്പൊ എൻട്രി വരിക എങ്ങനെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ് അക്കൗണ്ട്. ഇത് നമ്മൾ ബ്രിട്ടന്റെ അപ്രോച്ചിലാണെങ്കിൽ നമുക്കറിയാം, റിയൽ അക്കൗണ്ടിൽ എന്താണോ വരുന്നത് അത് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് വന്നു, ഡെബിറ്റ് ചെയ്തു. ആനന്ദ് പറഞ്ഞ പേഴ്സണൽ അക്കൗണ്ടിലാണ്. പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം, റിസീവർ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ പറയുന്നത് നമ്മളെ ഭാഗം നോക്കണ്ട, മറ്റുള്ളവരുടെ. അപ്പൊ ആനന്ദ് ഇവിടെ എന്താണ്, റിസീവർ ആണോ അല്ല ഗിവർ ആണോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഏത് അപ്രോച്ചിലാണെങ്കിലും പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു അപ്രോച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ആ അപ്രോച്ചിൽ ഫോളോ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ +1 +2 ഒക്കെ പഠിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അല്ല ആരെങ്കിലും നമ്മളെ ക്ലാസ് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് അമേരിക്കൻ അപ്രോച്ച്. അതായത് അസറ്റ് കൂടുമ്പോൾ കുറയുമ്പോൾ ആ ലെവൽ ഉണ്ടല്ലോ, അതാണ് ഫോളോ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ +1 +2 ലെവലിൽ നമുക്ക് അമേരിക്കൻ അപ്രോച്ചാണ് പഠിക്കാനുള്ളത്. ആ സമയത്ത് ഡിഗ്രിക്കാരാണെങ്കിൽ അവർക്ക് വരുന്നത് ഈ പേഴ്സണൽ റിയൽ നോമിനൽ അക്കൗണ്ട് എന്ന ബ്രിട്ടന്റെ അപ്രോച്ചാണ് വരുന്നത്. ഏതാണെങ്കിലും ശരിയാണ്. ഫസ്റ്റ് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് കോമേഴ്സ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാം. അതല്ല +1 +2 ആളുകളാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ എന്ത് ചെയ്യുക, അമേരിക്കൻ അപ്രോച്ച് ഫോളോ ചെയ്യലാണ്. ഡിഗ്രിക്കാരാണെങ്കിൽ +2 അമേരിക്കൻ അപ്രോച്ച് ഫോളോ ചെയ്തെങ്കിൽ അതന്നെ ഫോളോ ചെയ്യാം. എന്തായാലും നമുക്ക് ആൻസറിൽ തെറ്റൊന്നും വരില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ജേണലാണ് കേട്ടോ, ജേണലൈസിങ് എന്ന് പറയും. ഇതിപ്പോ നമ്മൾ ജേണൽ എൻട്രി മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ജേണലൈസിങ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ജേണലൈസിങ് വളരെ സിമ്പിളാണ്. ഒരു ജേണൽ ഫോർമാറ്റ് ഉണ്ടാവും, ആ ഫോർമാറ്റിലേക്ക് ഈ എൻട്രി എഴുതുന്നതിനാണ് ആ പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എഴുതുക എന്നും അതുപോലെ തന്നെ അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം,
മാക്സിമം നമ്മൾ ഈ ക്ലാസ്സിന്റെ കൂടെ മാക്സിമം എല്ലാ ക്ലാസ്സും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, നമ്മൾ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അത് ക്ലിയർ ആക്കി തരുന്നത്. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എല്ലാ ടൈമും അവൈലബിൾ ആവും. ഓക്കെ, 8089 648928. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യാം. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ ലെഡ്ജർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ അറിയിക്കുക. അപ്പൊ താങ്ക് യു. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോ എവിടെ എത്തി, എങ്ങനെയാണ് ജേണൽ ചെയ്യുക, അല്ലെ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. ഒരു ട്രാൻസാക്ഷൻ കിട്ടിയതിന്റെ ഡെബിറ്റും ക്രെഡിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജേണലൈസിങ് എന്നാണ് കേട്ടോ. ജേണലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ജേണലിന്റെ ഫോർമാറ്റ്. ഇതിലേക്ക് നമ്മൾ ആ ജേണൽ എൻട്രി എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ജേണലൈസിങ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് ജേണലിനെ പരിചയപ്പെടാം. കണ്ടോ, ജേണൽ ഇവിടെ ഇത് നമ്മൾ എന്ത് ചെയ്യും, മുകളിൽ ചെയ്തു ജേണൽ ആസ് ഓൺ എന്നാണ് ആ ഡേറ്റ് കൊടുക്കുക. ഫസ്റ്റ് കോളം ഡേറ്റ്, ഇവിടെ നമ്മൾ ഡേറ്റ് ചെയ്തു. ഇവിടെ പർട്ടിക്കുലേഴ്സിന്റെ വിശദ വിവരങ്ങൾ അല്ലെ, അതാണ് എന്ത് ജേണൽ എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻട്രി ചെയ്തേണ്ട സ്ഥലമാണ് ഇവിടെ. ഇവിടെ LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ എന്നാണ് അതിനകത്ത്. ലെഡ്ജർ ഫോളിയോ മീൻസ് നമ്മൾ മുന്നുള്ള കാലങ്ങളിലൊക്കെ മാനുവൽ ആയ സമയത്ത് ഈ ജേണൽ നോക്കിയിട്ട് നമ്മൾ ലെഡ്ജർ ചെയ്യാം. അപ്പൊ ഇതൊരു 10ാമത്തെ ബുക്കില് ഇതിന്റെ ലെഡ്ജർ ഒരു 10ാമത്തെ ബുക്കിൽ 4ാമത്തെ പേജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് നമ്പർ 10 ജേണല് പേജ് നമ്പർ 4 നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കോളാണിത്. ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് ഈ LFന്റെ ആവശ്യമില്ല. ഇത് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എന്താണോ ഡെബിറ്റ് അതിന്റെ എമൗണ്ട് ഇവിടെ ചെയ്തു, ഇവിടെ ക്രെഡിറ്റ് എമൗണ്ട് ചെയ്തു. നമുക്കൊരു ഇതിന്റെ ഒരു ട്രാൻസാക്ഷൻ എഴുതി നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രാജു started a business with cash rupees 10,000 രൂപക്ക് രാജു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്താ നമുക്കറിയാം റൂൾ അല്ലേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാജു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലേക്ക് എന്ത് വന്നു, ക്യാഷ് വന്നു. ഇവിടെ എന്താണ്, ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇത് 1/1/2026 ആയിക്കോട്ടെ കേട്ടോ. ഇത് 1/1/2026 നടക്കുന്നത്. അപ്പൊ നമ്മൾ ഡേറ്റ് ഇവിടെ ചെയ്ത 1/1/2026. എന്താ ഇവിടെ നടന്നത്, നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ 2 ഈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിന്റെ എന്താ നമുക്കറിയാം, നമ്മള് ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിങ് അല്ലെ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ്. കലാരൂപത്തിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. 2 ഇവിടെ എന്താ, ഇവിടെ രാജു എന്തിനാ നമുക്ക് ക്യാഷ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ അസറ്റുകളും എന്താ, ക്യാപിറ്റലാണ്. അപ്പൊ ക്യാപിറ്റൽ നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെ. രാജു കൊണ്ടുവരുമ്പോ ക്യാപിറ്റലും കൂടി. ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് കേട്ടോ. അവിടെ ഗ്യാപ്പ് ഇല്ലാണ്ടാണ് രാജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത. ഇവിടെ ക്യാഷ് എത്ര വന്ന് 10,000. അത് രാജുവിന്റെ ക്യാപിറ്റലും 10,000 അല്ലേ. അപ്പൊ ഡെബിറ്റിന്റെ എമൗണ്ട് ഡെബിറ്റിന്റെ കോളത്തിൽ എഴുതാം, ക്രെഡിറ്റിന്റെ എമൗണ്ട് ക്രെഡിറ്റിന്റെ കോളത്തിൽ എഴുതാം. എന്നിട്ട് നറേഷൻ എന്ന് പറയും, നമുക്ക് എന്താ സംഭവം എന്ന് അറിയണ്ടായി. അപ്പൊ നറേഷൻ എന്ന് പറയും, ബ്രാക്കറ്റിൽ എഴുതുന്ന നറേഷൻ പറയാം. നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 10,000 എഴുതുക. ഇങ്ങോട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇത് ഫുൾ ആയിട്ട് വരയ്ക്കരുത് കേട്ടോ, ഈ പാർട്ടിക്കുലേഴ്സ് മാത്രം ലൈൻ ഇട്ട് കൊടുക്കുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. rupees 1000. ഇവിടെ എന്താ സംഭവം, നമ്മുടെ കയ്യിൽ 10,000 രൂപ ഉണ്ട്. ഈ 10,000-ൽ 1000 എടുത്തിട്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ള ക്യാഷ് അവിടുത്തെ ഇപ്പോ ബാങ്കിലെത്തി. ബാങ്ക് നമുക്ക് അസറ്റ് ആണ് അല്ലെ, ബാങ്ക് അസറ്റ് ആണ്. അപ്പൊ ബാങ്ക് അസറ്റ് ആയതുകൊണ്ട് എന്ത് കൂടി, ബാങ്കർ അസറ്റ് കൂടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ 10,000 ഉള്ളത് ബാങ്കിലേക്ക് 1000 കൊടുക്കുമ്പോൾ എന്തായി, നമ്മുടെ കയ്യിൽ 9,000 ആയി. അപ്പൊ ബാങ്കർ അസറ്റ് കൂടും, ക്യാഷർ അസറ്റ്
കുറയും. അപ്പൊ എങ്ങനെ എൻട്രി വരിക? 2-ാം തീയതി ആണെന്ന് വിചാരിക്കുക. 2/1/2026 നമ്മൾ എന്ത് ചെയ്തു? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു? ഡെബിറ്റ്. ബാങ്ക് അക്കൗണ്ട് കൂടിയില്ലേ? കൂടുമ്പോ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപ? 1000 രൂപ. ബ്രാക്കറ്റിൽ കൊടുക്കുക, ഓപ്പൺ ചെയ്യാം ബാങ്ക് അക്കൗണ്ട്. ഇത് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. അടുത്ത ഡേറ്റിന് എന്താണ് വരുന്നത്? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ജേണല് പ്രിപ്പയർ ചെയ്യുക. അതാണ് ജേണലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഈ ജേണൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക. അത് നോക്കിയിട്ട് ട്രയൽ ബാലൻസ്, അത് നോക്കിയിട്ട് ട്രെയിനിങ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇത്ര ഉള്ളൂ എന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ ജേണലൈസിങ് എന്ന് പറയുന്നത് ഇതുണ്ടോ? ഇതാണ് ജേണൽ പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇതാണ് ജേണല്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കോമ്പൗണ്ട് ജേണൽ എൻട്രി ചർച്ച ചെയ്യാണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ ചർച്ച ചെയ്യാണ്ട്. ബാങ്ക് ട്രാൻസാക്ഷൻ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അത് ചർച്ച ചെയ്യണം. കോമ്പൗണ്ട്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലെഡ്ജർക്ക് പോവാം. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ഇൻഷാല്ലാ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ നിങ്ങളും ഈ യാത്രയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിൽ വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കോമേഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ കോമേഴ്സ് എടുത്ത +1 +2 വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? നമ്മളെ വീഡിയോ ഒന്ന് അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യാം? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രിയാണ്. അപ്പോൾ താങ്ക് യു.